പ്രചാരണം തുടങ്ങി 2 ദിവസമായി. എന്താണ് പ്രതീക്ഷകൾ? തൃക്കരിപ്പൂരിൻ്റെ പൾസ് എന്താണ്? തൃക്കരിപ്പൂരിൻ്റെ പൾസ് ഈ മണ്ഡലം വന്ന കാലം തൊട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പമാണ്. തീർച്ചയായിട്ടും വലിയ മഹാരഥന്മാരായ നേതാക്കൾ സഖാവ് വി.കെ. നായനാർ ഉൾപ്പെടെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഒരു മണ്ഡലം, കയ്യൂർ രക്തസാക്ഷികളുടെ മണ്ണ്, നിരവധി കർഷക തൊഴിലാളി സമരങ്ങളുടെ രംഗഭൂമി, പുതിയ വികസനത്തിൻ്റെ വലിയ തേരോട്ടം നടന്ന ഒരു കേന്ദ്രം. ആ നിലയിലെല്ലാം LDFിൻ്റെ വിജയം സുനിശ്ചിതമാണ്. മികച്ച ഭൂരിപക്ഷത്തോടുകൂടി LDFിനെ ഈ നാട്ടിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കണക്കുകൾ പരിശോധിച്ചാൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലാണ് ഏതെങ്കിലും നിലയിൽ തിരിച്ചടി ഉണ്ടായത്. ആ നിലയിലുള്ള രാഷ്ട്രീയ സാഹചര്യം മണ്ഡലത്തിലുണ്ടോ, അല്ലെങ്കിൽ അത് മാറി വീണ്ടും അനുകൂലമാണ്? തീർച്ചയായിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 2 മാസം മുമ്പ് മാത്രമാണല്ലോ നടന്നത്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലമേ എല്ലാം നമുക്കതിൽ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള അഭിപ്രായ സർവേയിലും വളരെ മുന്നിലാണ് തൃക്കരിപ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള പിൻബലം. ആ നിലയിൽ LDFിനൊപ്പം തന്നെ ഈ തൃക്കരിപ്പൂർ എല്ലാ കാലത്തേതും പോലെ നിലകൊള്ളും. തൃക്കരിപ്പൂർ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം എന്തായിരിക്കും? അത് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഈ നാട്ടിലുണ്ടായ വികസനം, ജനങ്ങളുടെ ക്ഷേമം. കേരളത്തിലെ LDF സർക്കാർ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനം, നിലവിലുള്ള MLA സഖാവ് M. രാജഗോപാലൻ കഴിഞ്ഞ 10 വർഷം ആ പശ്ചാത്തലം ഉപയോഗിച്ച് ഈ മണ്ണിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ വികസനം. ഈ കോളേജ് ഉൾപ്പെടെ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ സംഭാവനയാണ്. ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച സഖാവ് E.K. നായനാരുടെ, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയാണ് ഈ എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെ. PPP എന്നതിലൊരു പരിചയപ്പെടുത്തൽ മണ്ഡലത്തിൽ ആവശ്യമില്ല നാട്ടുകാരനായതുകൊണ്ട്. അല്ല, തീർച്ചയായിട്ടും അത് വലിയൊരു പോസിറ്റീവ് എനർജി തന്നെയാണ്. തൃക്കരിപ്പൂര് പഞ്ചായത്തുകാരൻ തന്നെയാണ് ഈ മണ്ഡലത്തിൻ്റെ പേരുള്ള പ്രദേശത്തുനിന്ന് ഒരാൾ ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അത് ഏത് പാർട്ടിയിലായാലും ആ നിലയിൽ വലിയൊരു പോസിറ്റീവ് എനർജി തന്നെയാണത്. ഒരു പൊതു രാഷ്ട്രീയകാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് കണ്ണൂർ ഉൾപ്പെടെയുള്ള പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അത് ഏതെങ്കിലും നിലയിൽ തൃക്കരിപ്പൂർ പോലുള്ള പാർട്ടി കേന്ദ്രം അങ്ങനെ അവിടെ ആ നിലയിൽ ചർച്ച ചെയ്യപ്പെടുമെന്നൊരു ആശങ്കയുണ്ടോ ഇപ്പോൾ ഈ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം? അല്ല, കണ്ണൂരിലെ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ അങ്ങനെ CPIMനെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ബാധിക്കുന്ന വിധത്തിലുള്ള രാഷ്ട്രീയമായ എന്തെങ്കിലും പ്രശ്നങ്ങളില്ല. അപൂർവം ചിലർ സ്ഥാനാർത്ഥിത്വമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അസംതൃപ്തി, അതും സാധാരണഗതിയിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വലിയ ദീർഘപാരമ്പര്യമുള്ളവരിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്തതാണ്. കാരണം അവർ തന്നെ ഈ സമൂഹത്തെ പഠിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ, പാർലമെൻ്ററി വ്യാമോഹം തുടങ്ങിയ സംഗതികൾ ഉണ്ടാകുമ്പോൾ അത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് അത്തരക്കാരെ അവർ തന്നെ പഠിപ്പിച്ച സമൂഹം ആ നിലയിലേ കാണുകയുള്ളൂ. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ചലനം കണ്ണൂരും ഉണ്ടാവില്ല, കാസർഗോഡും ഉണ്ടാവില്ല. കാസർഗോഡ് ഒരു പൊതു സാഹചര്യം എങ്ങനെയാണ്? തൃക്കരിപ്പൂർ അല്ലാതെ മറ്റു മണ്ഡലങ്ങളിലും എങ്ങനെയാണ് കാണുന്നത്? അല്ല, വലിയ നിലയിൽ ഇടതുപക്ഷ മുന്നേറ്റം നടക്കുമെന്നാണ് എല്ലാ മാധ്യമങ്ങളും, റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള അഭിപ്രായ സർവേകൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. അതിലെല്ലാം കാണുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം, ആൻറ്റി ഇൻകംബസി ഇവിടെ പ്രകടമാകുന്നില്ല. എല്ലാ സർവേ റിപ്പോർട്ടുകളിലും LDF വലിയ മുന്നേറ്റമാണ്, UDF പിറകിലുമാണ്. ആ നിലയിൽ കേരളത്തിലാകെ ഉണ്ടാകുന്ന ഇടതു മുന്നേറ്റം കാസർഗോഡ് ജില്ലയിലും ശക്തമായി പ്രകടമാകും. ഓക്കെ.